സ്കൂൾ കലോത്സവത്തിൽ രചനാ മത്സരങ്ങളിലും കഥകളിയിലുമൊക്കെ തിളങ്ങിയ അന്നത്തെ 9ാം ക്ലാസ്സുകാരി ഇന്ന് കലോത്സവത്തിന് ചുക്കാൻ പിടിക്കുന്ന മന്ത്രിയാണ്. മത്സരങ്ങളിൽ ഒന്നോ രണ്ടോ സ്ഥാനങ്ങൾ നേടുന്നതല്ല, പങ്കെടുക്കുന്നതാണ് പ്രധാനമെന്ന് പറയുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. നടരാജ് പരശുരാം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. കലോത്സവ വേദികളിൽ രചനാ മത്സരങ്ങളിലും നൃത്ത ഇനങ്ങളിലൊക്കെ തന്നെ മികച്ച പ്രകടനം നടത്തിയിരുന്ന ഒരു പെൺകുട്ടി, ഒരു 9ാം ക്ലാസ്സുകാരി ഇന്ന് കലോത്സവ നടത്തിപ്പിൻ്റെ മുൻപന്തിയിലുണ്ട്. പറഞ്ഞു വരുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനെ കുറിച്ചാണ്. ബിന്ദു ടീച്ചർ നമുക്കൊപ്പം ചേരുകയാണ്. ടീച്ചർ, ഒരു കലോത്സവ കാലം കൂടി തിരിച്ചെത്തുമ്പോൾ മനസ്സിനകത്ത് ഓർമ്മകളുടെ ഒരു ഇരമ്പം തന്നെയാണോ? ഒരുപാട് കലോത്സവങ്ങളിൽ താങ്കൾ പങ്കെടുത്തിട്ടുണ്ടല്ലോ. തീർച്ചയായും എൻ്റെ ജീവിതത്തിലെ വസന്തകാലം തന്നെയാണ് ഇപ്പോൾ ഓർത്തെടുക്കാൻ കഴിയുന്നത്. വളരെ ഗൃഹാതുരത്വത്തോടു കൂടിയാണ് കലോത്സവ ദിനങ്ങളെ വരവേൽക്കാനായിട്ട് കാത്തിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഏറ്റവും മികച്ച കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന പരിപാടിയാണ് നമ്മുടെ കലോത്സവം. അത്രയും ലക്ഷക്കണക്കിന് മനുഷ്യരെ സാക്ഷി നിർത്തിയാണ് നമ്മുടെ കൗമാരക്കാർ അവരുടെ സർഗാത്മകമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നത്. ഇത് കേരളത്തിന് മാത്രം സാധിക്കുന്ന ഒന്നാണ്. ഇതര സംസ്ഥാനങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള ഒരു പരിപാടിയില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഊർജമാണ് കലോത്സവ വേദിയിൽ നിന്ന് സമാഹരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അന്നുണ്ടായ സൗഹൃദങ്ങൾ ജീവിതാവസാനം വരെ തുടരുന്ന നിലയിൽ ശക്തമായിട്ട് ഒപ്പമുണ്ട്. ഏതെല്ലാം ഇനങ്ങളിലാണ് അക്കാലത്ത് പങ്കെടുത്തിരുന്നത്? ആദ്യം ഞാൻ നൃത്ത ഇനങ്ങളിലാണ് പ്രധാനമായിട്ടും പങ്കെടുത്തിരുന്നത്. അതോടൊപ്പം തന്നെ ചെറുകഥ, കഥാരചന, കവിത അതൊക്കെ പങ്കെടുത്തിരുന്നു. പിന്നീട് കഥകളിയിലും ഒക്കെ പങ്കെടുക്കാൻ ആരംഭിച്ചു ഹൈസ്കൂളിലേക്ക് കടക്കുമ്പോൾ. തുടർന്ന് അപ്പോഴും രചനാ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു. പിന്നെ ഗ്രൂപ്പ് ഐറ്റംസിൽ പങ്കെടുത്തിരുന്നു. ഇക്കാലത്തെ കലോത്സവവും അന്നത്തെ കാലത്തെ കലോത്സവവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്ത് മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് മിനിസ്റ്റർക്ക് തോന്നുന്നത്? ഓരോ വർഷം കൂടുന്തോറും ആഡംബര കാപട്യങ്ങൾ ഇതിൽ കടന്നു വരുന്നത് വർദ്ധിക്കുകയാണ്. അതായത് വലിയ പണച്ചെലവാണ്, പ്രത്യേകിച്ച് നൃത്ത ഇനങ്ങളിൽ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ. അന്നും പണച്ചെലവുണ്ട്, പക്ഷെ ഇത്ര അധികമില്ല. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ പാവപ്പെട്ട കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. കലാപ്രതിഭകളായാലും അവരുടെ മികച്ച പ്രകടനത്തിന് ആടയാഭരണങ്ങളും അതിൻ്റെ തിളക്കവും അനിവാര്യമാണെന്ന് വരുമ്പോൾ പലപ്പോഴും ഈ പാവപ്പെട്ട കുടുംബങ്ങളിലുള്ള കുട്ടികൾക്ക് വളരെ ക്ലേശകരമായി തീരുന്നുണ്ട് യുവജനോത്സവങ്ങളിലെ പങ്കാളിത്തം. അതിന് നമ്മുടെ സമൂഹം വലിയ പിന്തുണ നൽകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു വാക്ക് കുട്ടികളോട് പറയുകയാണെങ്കിൽ ഒറ്റ വാക്കായിട്ട് എന്താണ് മിനിസ്റ്റർക്ക് പറഞ്ഞു നിർത്താനുള്ളത് ഇത്തവണ? കുട്ടികളോട് പറയാനുള്ളത് പങ്കെടുക്കുക എന്നുള്ളതാണ് കാര്യം. 1ാം സ്ഥാനം 2ാം സ്ഥാനം ഒക്കെ ഓരോരുത്തർക്കേ കിട്ടുള്ളൂ. അതിൽ നമ്മൾ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. ഈ കലോത്സവത്തിലെ 1ാം സ്ഥാനമോ 2ാം സ്ഥാനമോ അല്ല ഒരാളുടെ കഴിവിനെ തീരുമാനിക്കുന്നത്. അത് ആ സമയത്ത് ഒരു 10-15 മിനിറ്റ് നേരത്തെ പ്രകടനത്തെ മാത്രം വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു ജഡ്ജ്മെൻ്റാണ്. പക്ഷേ ഈ പങ്കെടുക്കുന്ന കുട്ടികളിൽ മിക്കവാറും എല്ലാവരും തന്നെ ഏറ്റവും ഗുണനിലവാരമുള്ള പ്രകടനം തന്നെയാണ് സംസ്ഥാന കലോത്സവത്തിൽ കാഴ്ചവെക്കുന്നത്. അപ്പം നമ്മുടെ കല അവതരിപ്പിക്കാനും തുടർന്ന് ജീവിതം മുഴുവൻ അതിൻ്റെ പ്രയോക്താവായി തുടരാനുമുള്ള ഒരു പ്രചോദനമാണ് ഈ കലോത്സവ വേദി നൽകുന്നത് എന്ന് കുട്ടികൾക്ക്. മന്ത്രി ആർ ബിന്ദു പറയുന്നത് പങ്കെടുക്കലാണ്, 1-2 സ്ഥാനങ്ങൾ കിട്ടുക എന്നുള്ളതിലപ്പുറത്ത് പങ്കെടുക്കലാണ് മത്സരത്തിൽ പ്രധാനം എന്നുള്ളതാണ്.